ഹലോ മക്കളെ, വെൽക്കം ടു സാലം ലേണിംഗ്. അനിറ്റ മിസ് ആണ്. അപ്പൊ നമ്മുടെ മക്കളെല്ലാവരും എക്സാം ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും അല്ലെ. കുറച്ച് എക്സാം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി 2-3 വിഷയം കൂടി എന്താണ് നമുക്ക് പരീക്ഷയ്ക്ക് വരുന്നുണ്ട്. അപ്പൊ എല്ലാ കൂട്ടുകാരും അടിപൊളിയായിട്ട് എക്സാം എഴുതുന്നുണ്ട്. അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാവോ? കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഒട്ടും സ്കിപ്പ് ചെയ്യാതെ വേഗം തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക? നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കാൻ വേണം. കൂടാതെ ഈ ഒരു ക്ലാസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും വേണം. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ഇവിടെ ഇതാ മകൾക്ക് ഒരു ചോദ്യം കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ചോദ്യം വായിച്ചു നോക്കിയിട്ട് എന്താണ് അതിനകത്ത് നമ്മൾക്ക് ചെയ്യേണ്ടത് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ചോദ്യം എല്ലാ കുഞ്ഞുങ്ങളും മിസ്സിന്റെ കൂടെ ഒരുമിച്ച് വായിച്ചോ. പാഠം വായിച്ച് താഴെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതും. നമ്മുടെ ഇന്റഗ്രേഷൻ 1, ഇന്റഗ്രേഷൻ 2, ഇന്റഗ്രേഷൻ 3 എന്ന് പറയുന്ന നമ്മുടെ എക്സാമില് ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് ഈ തന്നിരിക്കുന്ന ഒരു വിവരണം വായിച്ചിട്ട് അതിനോട് താഴെ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ രീതിയിൽ ഉത്തരം എഴുതുക എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം തന്നെ നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു പാഠഭാഗം നമുക്കൊന്ന് വായിച്ചു നോക്കാം അല്ലെ. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ചിന്നപ്പൂമ്പാറ്റ പറന്നു, തേൻ കുടിക്കാൻ ചെമ്പരത്തിപ്പൂവിൽ ഇരുന്നു. അപ്പൊ ആരെ പറ്റിയാണ് ഇവിടെ നമുക്ക് പരാമർശിച്ചിട്ടുള്ളത്? ചിന്നപ്പൂമ്പാറ്റയെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ചിന്നപ്പൂമ്പാറ്റ പറന്നു വന്നിട്ട് തേൻ കുടിക്കാനായിട്ട് എവിടെ വന്നിരുന്നു? ചെമ്പരത്തിപ്പൂവിൽ ഇരുന്നു. ചിന്നു ചിലന്തി വലയിൽ കുടുങ്ങി. എവിടെ കുടുങ്ങിപ്പോയി? ആ പറയുന്ന നമ്മുടെ ഈ ഒരു ചെമ്പരത്തിപ്പൂവിൽ വന്നിരുന്നപ്പോൾ നമ്മുടെ ചിന്നപ്പൂമ്പാറ്റ ചിലന്തി വലയിൽ കുടുങ്ങിപ്പോയി. ചിലന്തിനെ മക്കൾക്ക് അറിയത്തില്ലേ? ചിലന്തി എന്ത് ചെയ്യും? ഇര പിടിക്കുന്നതിന് വേണ്ടി ചെറിയ വല കെട്ടും അല്ലെ. അങ്ങനെ കെട്ടിയ ഒരു ചിലന്തി വലയിൽ ആര് കുടുങ്ങിപ്പോയി? നമ്മുടെ ചിന്നപ്പൂമ്പാറ്റ കുടുങ്ങിപ്പോയി. അയ്യോ രക്ഷിക്കണേ, മീനൂട്ടി വല പൊട്ടിച്ചു. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കെണിയിൽ പെട്ടാൽ നമ്മൾ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കോ? ഇല്ല, നമ്മൾ ഇങ്ങനെ ഉള്ള സൗണ്ട് എല്ലാം എടുത്ത് നമ്മൾ കരയൂലേ. അതുപോലെ തന്നെ നമ്മുടെ ചിന്നപ്പൂമ്പാറ്റ എന്താണ്? കരഞ്ഞു നിലവിളിച്ച് അയ്യോ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇത് കേട്ടോണ്ട് ആര് വന്നിട്ടുണ്ട്? നമ്മുടെ മീനൂട്ടി വന്നു. മീനൂട്ടി വന്നിട്ട് വല പൊട്ടിച്ചു. ചിന്നു പറന്നു വന്നു, മീനൂട്ടിക്ക് ഉമ്മ കൊടുത്തു. അപ്പം തന്നെ ചിലന്തിയുടെ വലയിൽ നിന്ന് രക്ഷിച്ച നമ്മുടെ മീനൂട്ടിന്റെ അടുത്തേക്ക് നമ്മുടെ ചിന്നപ്പൂമ്പാറ്റ പറന്നു വന്ന ഒരു ഉമ്മ കൊടുത്തു. അപ്പൊ ഈ ഒരു പാഠഭാഗമാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. ഇനി അതിനോടനുബന്ധിച്ചിട്ടുള്ള ചോദ്യങ്ങളും കൂടി ഒന്ന് നോക്കിയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ചിത്രത്തിന് യോജിച്ച വാക്യം പാഠത്തിൽ നിന്ന് കണ്ടെത്തി എഴുതും. രക്ഷപ്പെട്ട ചിന്നു ചെയ്തതെന്ത്? എന്താണ് ചിലന്തി വലയിൽ നിന്നും രക്ഷപ്പെട്ട നമ്മുടെ ചിന്നു ചെയ്തത്? എന്താണ് ചെയ്തത്? നോക്കിക്കേ മക്കളെ, എല്ലാവരും നോക്കിക്കേ. യെസ്, ചിന്നു പറന്നു വന്ന് മീനൂട്ടിക്ക് ഉമ്മ കൊടുത്തു. അപ്പൊ എന്താ ചെയ്തത്? മീനൂട്ടിക്ക് ഉമ്മ കൊടുത്തു. അപ്പൊ മക്കൾക്ക് ഇങ്ങനെ എഴുതാട്ടോ, മീനൂട്ടിക്ക് ഉമ്മ കൊടുത്തു. അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ചിന്നപ്പൂമ്പാറ്റ പറന്നു വന്ന് മീനൂട്ടിക്ക് ഉമ്മ കൊടുത്തു എന്ന് പറഞ്ഞാലും എന്താണ്? അതും ശരിയാണ്. അപ്പൊ അതും വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാട്ടോ. അപ്പൊ നമ്മുടെ പാഠഭാഗത്തിൽ നിന്നുള്ള വാക്യങ്ങൾ തന്നെ നമ്മൾ ഉപയോഗിക്കണം. ഇനി അടുത്തത്, ആരാണ് വല പൊട്ടിച്ചത്? വല പൊട്ടിച്ചത് ആരാണ്? ഒന്ന് നോക്കി പറഞ്ഞേ. യെസ്, വല പൊട്ടിച്ചത് ആരാണ്? മീനൂട്ടിയാണ് വല പൊട്ടിച്ചത്. ആരാണ് വല പൊട്ടിച്ചത്? മീനൂട്ടിയാണ് വല പൊട്ടിച്ചത്. അപ്പൊ എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? മീനൂട്ടിയാണ് വല പൊട്ടിച്ചത്. അടുത്ത ചോദ്യം എന്താണ്? എങ്ങനെയാണ് ചിന്നപ്പൂമ്പാറ്റയെ രക്ഷിച്ചത്? എങ്ങനെയാണ് രക്ഷിച്ചത്? വല പൊട്ടിച്ചിട്ടാണ് നമ്മുടെ ചിന്നപ്പൂമ്പാറ്റയെ മീനു എന്താണ് രക്ഷിച്ചത്. അപ്പൊ എങ്ങനെ രക്ഷിച്ചത്? വല പൊട്ടിച്ചിട്ടാണ്. ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ അതിന്റെ ആൻസർ മക്കൾ എന്ത് ചെയ്യുക? വല പൊട്ടിച്ച, ചിലന്തി വല പൊട്ടിച്ചിട്ട് എന്ന് മക്കള് എഴുതണം, ഉത്തരം എഴുതണം. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ്. യോജിച്ച് കൂടയിലേക്ക് വരച്ചു ചേർക്കൂ. കൂടെ ഏതാണെന്നും താഴെ എഴുതണേ. അപ്പൊ തന്നിട്ടുള്ള ചോദ്യം മക്കൾ ശ്രദ്ധിച്ചോ. ചോദ്യം എന്താണ്? ഇവിടെ ഇതാ കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് വെജിറ്റബിൾസും ഇങ്ങനെ മിക്സ് ആക്കി തന്നിട്ടുണ്ട്. എന്നിട്ട് ഇതാ 2 കൂടയും ഇവിടെ തന്നിട്ടുണ്ട്. ആ കൂടയ്ക്ക് അനുയോജ്യമായി പേര് കൊടുത്തിട്ട് ഇവിടെ തന്നിരിക്കുന്ന ഫ്രൂട്ട്സിനെയും വെജിറ്റബിൾസിനെയും നമ്മൾ ഇങ്ങനെ അനുയോജ്യമായി കൂടയിലേക്ക് മാറ്റണം. അപ്പൊ എന്തൊക്കെ തന്നിട്ടുണ്ട് നോക്കിക്കേ. യെസ്, ഇവിടെ ഇതാ 2 പേര് കൊടുക്കാം. ഇവിടെ എന്താണ്? ഒന്ന് നമുക്ക് പഴങ്ങൾ എന്ന് കൊടുക്കാം. അതുപോലെ തന്നെ ഒന്ന് നമുക്ക് പച്ചക്കറികൾ എന്ന് നമുക്ക് കൊടുക്കാം. അപ്പൊ ഒന്ന് നോക്കി പറഞ്ഞേ. അപ്പൊ പഴങ്ങളിൽ പറയുന്ന ആ ഒരു പെട്ടിക്കകത്ത് അല്ലെങ്കിൽ ആ ഒരു കൂടയ്ക്കകത്ത് ഏതൊക്കെ ഐറ്റംസ് വരും, അതുപോലെ തന്നെ പച്ചക്കറികൾ എന്ന് പറയുന്ന കൂടയ്ക്കകത്ത് ഏതൊക്കെ ഐറ്റംസ് വരും എന്ന് നോക്കാം. അപ്പൊ ഏറ്റവും ആദ്യം ഏതാണ്? ക്യാരറ്റ് ആണ് ഇവിടെ കാണുന്നത്. ക്യാരറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെടാ? പച്ചക്കറിയാണ്. ക്യാരറ്റ് എന്ന് പറഞ്ഞാൽ പച്ചക്കറിയാണ്. ഇനി അടുത്തത് മുന്തിരി എന്ന് പറഞ്ഞാൽ എന്താണ്? പഴമാണ്. മാങ്ങ അല്ലെങ്കിൽ മാമ്പഴം എന്ന് പറയുന്നതും എന്താണ്? പഴമാണ്. ഇനി പാവയ്ക്കുണ്ട്. പാവയ്ക്ക എന്ന് പറഞ്ഞാൽ എന്താണ്?
പച്ചക്കറിയാണ്. അതുപോലെ ഓറഞ്ച് എന്ന് പറഞ്ഞ എന്താണ്? പഴമാണ്. ഇനി വെണ്ടയ്ക്ക എന്ന് പറഞ്ഞ എന്താണ്? പച്ചക്കറിയാണ്. ഇനി ഉരുളക്കിഴങ്ങ് എന്ന് പറഞ്ഞാലും എന്താണെടാ? പച്ചക്കറിയാണ്. അതുപോലെ ആപ്പിള് എന്ന് പറഞ്ഞ എന്താണ്? പഴമാണ്. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം? ഈ തന്നിരിക്കുന്ന ഓരോ ഐറ്റംസും തിരിച്ചറിഞ്ഞ് ഈ കൂടകളിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? മാറ്റി എഴുതുക. അപ്പൊ ഇവിടെ നിങ്ങൾ ഏതൊക്കെ ഐറ്റംസ് വേണമെന്ന് ഇവിടെ ഇങ്ങനെ നിങ്ങൾ നിരത്തി എഴുതണം കേട്ടോ. ഏതൊക്കെ ഐറ്റംസ് വേണമെന്ന് ഈ കുട്ടിയുടെ ആ മുകൾ ഭാഗത്ത് നിങ്ങൾ എഴുതി വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ ഇതാണ്ട് 2 പ്രവർത്തനങ്ങൾ ചെയ്തു. എന്തൊക്കെയാണ് നമ്മൾ ആദ്യം ചെയ്തത്? നമ്മൾ ആദ്യം ഒരു ചെറിയൊരു ഭാഗം തന്നിട്ട് അത് വായിച്ചു നോക്കിയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു. രണ്ടാമത് നമ്മൾ എന്താ ചെയ്തത്? തന്നിരിക്കുന്ന ആ ഒരു ചിത്രങ്ങളൊക്കെ നോക്കിയിട്ട് അതിനെ നമ്മൾ 2ആയിട്ട് തരംതിരിച്ചിട്ട് ഓരോ കൂടേക്ക് ഓരോ പേരൊക്കെ കൊടുത്ത് നമ്മൾ ഉത്തരം ചെയ്തു. അപ്പൊ ഈ 2 പ്രവർത്തനങ്ങളും മക്കൾക്ക് എന്താണ്? വളരെ ഉപകാരപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? നമ്മുടെ ഈ ഒരു ചാനലിൽ വരുന്ന ഇതുപോലെയുള്ള എല്ലാ ക്ലാസ്സസും നിങ്ങൾ മറക്കാതെ കാണണം. ഇഷ്ടപ്പെട്ടാലും നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കാൻ വേണം കേട്ടോ. അപ്പൊ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ക്ലാസ്സസ് ഒക്കെ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം. ബൈ ബൈ.